ഒരു യുദ്ധം ഉണ്ടാകുന്നു, പതിനായിരങ്ങൾ മരിച്ചു വീഴുന്നു, നഗരങ്ങൾ ചാരമാകുന്നു. പക്ഷെ ആ യുദ്ധം അവസാനിക്കുമ്പോൾ തോറ്റുവെന്ന് നമ്മൾ കരുതിയ രാജ്യം കൈയടിച്ച് ചിരിക്കുന്നു. അവർക്ക് നഷ്ടപ്പെട്ടത് കുറച്ചധികം മനുഷ്യജീവനുകൾ മാത്രമാണ്. പകരം അവരുടെ കൈകളിലേക്ക് ഒഴുകിയെത്തുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപ. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം, പക്ഷെ അതാണ് ലോകത്തെ ഏറ്റവും പുതിയ ഭൂരാഷ്ട്ര തന്ത്ര സമവാക്യം. ദുരന്തര സിനിമയിലെ ആ പ്രശസ്തമായ ഡയലോഗ് ജിഹാദി ഹേഹം, അതായത് നിങ്ങൾ എന്ത് ചെയ്താലും ചാവാനായി ജീവിക്കുന്ന ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന്. ഇറാന്റെ കാര്യത്തിൽ ഈ വാചകം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഈ യുദ്ധം ഇറാനെ സംബന്ധിച്ചൊരു വൻ ലാഭക്കച്ചവടമാണ്. അമേരിക്ക വിചാരിച്ചു അവരെ തകർത്തു കളയാമെന്ന്. ലോകം കരുതി ഇറാൻ നാമാവശേഷമാകുമെന്ന്. എന്നാൽ ഇതാ ഒപ്പുവെക്കാനിരിക്കുന്ന സമാധാന കരാറിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ലോകം ഞെട്ടുന്നു. ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ ഇരകൾ ആര്? ലോകത്തെ ശ്വാസം മുട്ടിച്ച രഹസ്യ നീക്കം എന്താണ്? ഇതിനെല്ലാം അപ്പുറം ഈ മഹാപ്രതിസന്ധിക്കിടയിലും ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ കളിച്ച തന്ത്രപരമായ മാസ്റ്റർ പ്ലാൻ എന്താണ്? വരും മിനിറ്റുകളിൽ ലോകം ഇതുവരെ ചർച്ച ചെയ്യാത്ത ചില ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് നമ്മൾ തുറന്നു പറയാൻ പോകുന്നത്. ഒരൊറ്റ സെക്കൻഡ് പോലും മിസ്സാക്കാതെ കാണുക. നമുക്ക് ആദ്യം ഇറാന്റെ കണക്കിലേക്ക് വരാം. ഒരു രാജ്യം യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥ തകരുമെന്നാണ് പൊതുവെ പറയാറ്. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് നഷ്ടമായത് ഏകദേശം $300 ബില്യൺ വിദേശ റിസർവ് ആണ്. എന്നാൽ ഇറാന്റെ കഥ തികച്ചും വ്യത്യസ്തം. ഈ യുദ്ധക്കെടുതിയിൽ നിന്നും ഇറാനെ പുനർനിർമ്മിക്കാൻ അവർക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണെന്നറിയോ? കൃത്യമായി പറഞ്ഞാൽ $300 ബില്യൺ, അതായത് ഏതാണ്ട് 29 ലക്ഷം കോടി രൂപ. ഇത്രയും വലിയൊരു തുക റഷ്യക്ക് നഷ്ടമായപ്പോൾ ഇറാൻ ഇത് യുദ്ധത്തിലൂടെ നേടിയെടുക്കുന്നു. ഇത് മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഇറാന്റെ $24 ബില്യൺ ഫോറിൻ അസറ്റ് വിട്ടു നൽകാനും ധാരണയായിട്ടുണ്ട്. ഇനി അടുത്ത വലിയ ലാഭം എന്താണെന്ന് നോക്കാം. ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെ നക്ഷരമായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് യുദ്ധത്തിന് മുമ്പ് ഈ കടലിടുക്ക് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ യാതൊരുവിധ ചുങ്കവും ഇല്ലായിരുന്നു. എന്നാൽ യുദ്ധം തുടങ്ങിയതോടെ ഇറാൻ അവിടെ തന്ത്രപരമായി ഒരു ടോൾ ഏർപ്പെടുത്തി. ലോകരാജ്യങ്ങളുടെ കപ്പലുകളിൽ നിന്നും അവർ കോടികൾ ചുങ്കമായി പിടിച്ചെടുത്തു. ഇപ്പോൾ സമാധാന കരാറിന്റെ ഭാഗമായി ഹോർമുസ് തുറന്നു കൊടുക്കുമ്പോൾ ഇറാൻ അത്രയും കാലം കൊണ്ട് ഉണ്ടാക്കേണ്ട ലാഭം ഉണ്ടാക്കി കഴിഞ്ഞു. നഷ്ടം ആർക്കാണ്? ലോകത്തിലെ ബാക്കി രാജ്യങ്ങൾക്ക് മാത്രം. ഇനി ഇറാന്റെ മേലുണ്ടായിരുന്ന കടുത്ത എണ്ണ വ്യാപാര നിരോധനങ്ങൾ പൂർണ്ണമായും നീങ്ങാൻ പോകുന്നു. അവരുടെ എണ്ണ വ്യാപാരം പഴയതുപോലെ തുടരാം. അമേരിക്കൻ നാവികസേന 2 പ്രധാന കടലിടുക്കുകളിൽ നിന്നും തങ്ങളുടെ കപ്പൽ പടയെ പിൻവലിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു. ബ്ലോക്കേഡ് മാറ്റിയതോടെ ഇറാന്റെ ചരക്ക് നീക്കം ഇനി പഴയതിലും ശക്തമായി നടക്കും. ഇത്രയൊക്കെ ആനുകൂല്യങ്ങൾ ഇറാൻ വാങ്ങിയെടുക്കുമ്പോൾ ലോകം അവരിൽ നിന്നും എന്താ തിരിച്ചു വാങ്ങിയത്? ഇപ്പൊ നടക്കാൻ പോകുന്ന ഈ സമാധാന കരാറിന്റെ നിബന്ധനകൾ പരിശോധിച്ചാൽ ഞെട്ടിപ്പോകും. അവിടെയാണ് യഥാർത്ഥ സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത്. ചോദ്യം 1, ഇറാന്റെ വിവാദപരമായ ന്യൂക്ലിയർ സൈറ്റുകൾ അവർ നശിപ്പിക്കുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉത്തരം ലളിതമാണ്, ഇല്ല. ചോദ്യം 2, ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം അവർ പൂർണ്ണമായും നിർത്തിവെക്കുമെന്ന് കരാറിലുണ്ടോ? അതിന്റെ ഉത്തരവും ഇപ്പോഴും യാതൊരു വ്യക്തതയുമില്ല എന്നാണ്. ചോദ്യം 3, ഇറാൻ നിലവിൽ ആണവായുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അന്താരാഷ്ട്ര ഏജൻസികളെ അവർ അനുവദിക്കുമോ? അതിന്റെ ഉത്തരം ഒരിക്കലും ഇല്ല. ചോദ്യം 4, നിലവിൽ അവർ സമ്പുഷ്ടീകരിച്ചു വെച്ചിരിക്കുന്ന ആണവ ഇന്ധനം നശിപ്പിക്കാൻ ഇറാൻ സമ്മതിച്ചോ? അതിന്റെ ഉത്തരം അതിലും കടുത്ത അനിശ്ചിതത്വം തുടരുകയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? ഇറാൻ അവരുടെ ആണവ മോഹങ്ങളുമായി മുന്നോട്ട് പോകാം. യുദ്ധം വെറുതെയായി. അതേസമയം യുദ്ധം നിർത്തിയതിന് അവർക്ക് ലക്ഷക്കണക്കിന് കോടി രൂപ റിവാർഡായി ലഭിക്കുകയും ചെയ്യും. ഇറാന് നഷ്ടപ്പെട്ടത് കേവലം മനുഷ്യജീവനുകൾ മാത്രം. എന്നാൽ കടുത്ത മതമൗലികവാദ ചിന്താഗതി വെച്ചു പുലർത്തുന്ന ആ ഭരണകൂടത്തെ സംബന്ധിച്ച് ഈ മനുഷ്യജീവനുകൾ നഷ്ടമല്ല. കാഫിറുകൾക്കെതിരായി യുദ്ധത്തിൽ ഷഹാദത്ത് വരിച്ച, സ്വർഗം പുൽകിയ ബലിദാനികളാണ് അവർക്ക് ഈ മനുഷ്യരൊക്കെ. അങ്ങനെയാണെങ്കിൽ ഭരണകൂടത്തിന്റെ കണ്ണിൽ അതൊരു നഷ്ടമേ അല്ല, മറിച്ച് വലിയൊരു നേട്ടമാണ്. ഇനി നമുക്ക് ഈ കളിയുടെ മറുപുറത്തിരിക്കുന്ന വൻ ശക്തിയായി അമേരിക്കയിലേക്ക് വരാം. അമേരിക്കയ്ക്കും ഈ യുദ്ധം കൊണ്ട് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. അമേരിക്കയ്ക്ക് ഇതൊരു വൻ ലാഭക്കച്ചവടമാണ്. ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിദിനം ശരാശരി $2 ബില്യൺ അമേരിക്കയ്ക്ക് ചിലവായിക്കൊണ്ടിരുന്നത്. ദിവസേനയുള്ള ഈ വൻ ബാധ്യത ഒരൊറ്റ വൺ ടൈം സെറ്റിൽമെന്റിലൂടെ അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. ആ $300 ബില്യൺ കൊടുത്ത് അവർ യുദ്ധം നിർത്തുന്നു. എന്നാൽ ഈ കൊടുത്ത പണം എങ്ങനെ പലിശ സഹിതം തിരിച്ചു പിടിക്കണമെന്ന കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഈ അമേരിക്കയുടെ കയ്യിൽ തന്നെയുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ ഇരകൾ ആരാണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം. അത് അറബ് രാജ്യങ്ങളാണ്. യുദ്ധത്തിന്റെ ഫലമായി അറബ് രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഭൂരിഭാഗവും തകർന്നു കഴിഞ്ഞു. ഇനി തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ അറബ് രാജ്യങ്ങൾക്ക് പുതിയ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങേണ്ടി വരും. അത് അവർക്ക് ആരിൽ നിന്ന് വാങ്ങേണ്ടി വരും? തീർച്ചയായും അമേരിക്കയിൽ നിന്ന് തന്നെയല്ലേ. അമേരിക്ക നൽകിയ $300 ബില്യൺ അറബികൾ വാങ്ങുന്ന ആയുധ കച്ചവടത്തിലൂടെ അമേരിക്കയ്ക്ക് ഖജനാവിലേക്ക് തന്നെ തിരിച്ചെത്തും.
ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ അറബ് രാജ്യങ്ങൾ എന്തിനാണ് ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇരയായത് എന്ന്. അതിന്റെ കാരണവും ലളിതമാണ്. അവർ തങ്ങളുടെ മണ്ണിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളൊന്നും ഒരുക്കാൻ സ്ഥലം കൊടുത്തിരുന്നു. അമേരിക്കയ്ക്ക് താവളം കൊടുത്തതിന് അറബികൾക്ക് കിട്ടിയത് കടുത്ത നാശനഷ്ടവും. ഇപ്പോൾ ആ നാശനഷ്ടം നികത്താൻ വേണ്ടി അമേരിക്കയ്ക്ക് തന്നെ അവർ പണം കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ യുദ്ധം ചെയ്തത് അമേരിക്കയും ഇറാനും, പണം കൊയ്യുന്നത് അമേരിക്കയും ഇറാനും. എന്നാൽ സർവ്വതും നഷ്ടപ്പെട്ടത് പാവം പിടിച്ച അറബ് രാഷ്ട്രങ്ങൾക്ക് മാത്രം. പക്ഷെ കഥ ഇവിടെയും തീരുന്നില്ല. ഈ യുദ്ധത്തിന്റെ അടുത്ത ആഘാതം അനുഭവിച്ചത് നമ്മൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണ്. യുദ്ധം കാരണം അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയർന്നു. ആഗോളതലത്തിൽ കടുത്ത പണപ്പെരുപ്പും ഉണ്ടായി. നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ വില കൂടി. അപ്പോൾ ഈ ആഗോള വിലക്കയറ്റമാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ ചെലവ്. അതായത് ലോകത്തിന്റെ ഏതോ കോണിലിരുന്ന് ആരോ ചെയ്ത യുദ്ധത്തിന് ഫണ്ട് ചെയ്തത് ലോകമെമ്പാടുമുള്ള നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാണ്. എന്നാൽ ഇത്രയും വലിയൊരു ആഗോള സാമ്പത്തിക പ്രതിസന്ധി വന്നിട്ടും ലോകത്തെ വൻ ശക്തികൾ പോലും തകർന്നടിഞ്ഞിട്ടും ഇന്ത്യ എന്ന രാജ്യം എങ്ങനെയാണ് സുരക്ഷിതമായി പിടിച്ചു നിന്നത്? അവിടെയാണ് ഇന്ത്യൻ നയതന്ത്രത്തിന്റെ ദീർഘദൃഷ്ടി നമ്മൾ കാണേണ്ടത്. ലോകം മുഴുവൻ ഒരൊറ്റ സ്രോതസ്സിനെ മാത്രം ആശ്രയിച്ച് ശ്വാസം മുട്ടിയപ്പോൾ ഇന്ത്യ തങ്ങളുടെ ധനകാര്യ വാണിജ്യ നയങ്ങൾ വളരെ തന്ത്രപരമായി മാറ്റിമറിച്ചു. ഒരൊറ്റ രാജ്യത്തിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് പകരം റഷ്യ ഉൾപ്പെടെ ലോകത്തിലെ 41ഓളം വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ അസംസ്കൃത എണ്ണ വാങ്ങിയത്. ആ എണ്ണ നമ്മുടെ അത്യാധുനിക റിഫൈനറികളിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും അത് മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് വൻ ലാഭത്തിൽ മറച്ചു വിൽക്കുകയും ചെയ്തു. അതേസമയം നമ്മുടെ ആഭ്യന്തര ആവശ്യങ്ങൾ കൃത്യമായി നികത്തുകയും ചെയ്തു. ഈ ഒരൊറ്റ നീക്കം വഴി രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് കൃത്യമായി ബാലൻസ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചു. ലോകം മുഴുവൻ സാമ്പത്തികമായി തകർന്നടിഞ്ഞപ്പോഴും വലിയൊരു തകർച്ച നമ്മളെ തൊടാതെ കടന്നുപോയത് അവർ എനർജി സെക്യൂരിറ്റി ആൻഡ് അവർ എക്കോണമി ഈസ് അവർ ഓൺലി പ്രയോറിറ്റി എന്ന ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൊണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്നതാണ് ഏറ്റവും നിർണായകമായ ഒരു ഭൗമരാഷ്ട്രീയ രഹസ്യം. ഒരു ചെറിയ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഇറാൻ അടച്ചപ്പോൾ ലോകം ശ്വാസം മുട്ടിപ്പോയി. എണ്ണവില കുതിച്ചുയർന്നു. എന്നാൽ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹോർമുസിനേക്കാൾ എത്രയോ ഇരട്ടി എണ്ണ വ്യാപാരവും ചരക്ക് നീക്കവും നടക്കുന്ന മറ്റൊരു കടലിടുക്കുണ്ട് ഈ ലോകത്ത്. അതാണ് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. ചൈനയുടെയും മറ്റു കിഴക്കൻ രാജ്യങ്ങളുടെയും ജീവരേഖയാണത്. നാളെ ഇറാന്റെ സ്ഥാനത്ത് നിന്ന് ലോകത്തെ നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ? അതിനുള്ള ഉത്തരമാണ് നിക്കോബാർ പ്രൊജക്ട്. മലാക്ക കടലിടുക്കിന്റെ തൊട്ടു മുകളിൽ കൃത്യമായ തന്ത്രപ്രധാന സ്ഥാനത്താണ് ഇന്ത്യ ഈ വൻപദ്ധതി തയ്യാറാക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് കൊണ്ട് ഇറാന് ലോകത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ സാധിച്ചെങ്കിൽ നാളെ മലാക്ക കടലിടുക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇതേ അഡ്വാൻറ്റേജ് വരാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിനാണ്. അതൊന്ന് ഓർമ്മയിൽ വെച്ചാൽ കൊള്ളാം. പിന്നെ സ്വന്തം രാജ്യത്തെ കുറ്റം പറയുന്നവരും നമ്മുടെ നേട്ടങ്ങളും നമ്മുടെ ഭാഗ്യവും മനസ്സിലാക്കാതെ ഇങ്ങനെ സ്വന്തം രാജ്യത്തെ ലോകത്തിന് മുന്നിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നവരും ഇതൊക്കെ ഒന്ന് അറിഞ്ഞുകൊള്ളുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുമെന്നുള്ള യാതൊരു വിശ്വാസവും എനിക്കില്ല. അതെന്റെ വിഷയമല്ല. എന്തു തന്നെയായാലും ഈ അറിവ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തന്നു. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയവുമായി വീണ്ടും കാണും വരെ നന്ദി.